കാഞ്ഞങ്ങാട് നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് UDF പ്രകടന പത്രിക പുറത്തിറക്കി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മുനിസിപ്പൽ UDF ഭാരവാഹികൾ പത്രിക പുറത്തിറക്കിയത്. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബൈപ്പാസ്, നഗരസഭയുടെ സമഗ്ര വികസനത്തിന് വിദഗ്ധ സമിതി, കാഞ്ഞങ്ങാട് നഗര സൗന്ദര്യവൽക്കരണം, ഭവനരഹിതർക്ക് വീട്, നഗരത്തിലെ ഹോട്ടലുകളും സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് പട്ടിണിയില്ലാത്ത നഗരം പദ്ധതി, പൊതുസ്ഥലങ്ങളിൽ ജിംനേഷ്യം, കാഞ്ഞങ്ങാട് നഗരസഭ കേന്ദ്രീകരിച്ച് ടെക്നോ പാർക്ക്, കുന്നുമ്മൽ റോഡും വെള്ളായിപ്പാലം റോഡും വികസിപ്പിച്ച് വൺവേ സംവിധാനം, നഗരത്തിൽ മോർണിംഗ് വാക്ക് സ്ട്രീറ്റ് എന്നിവ ഒരുക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വികസിത കാഞ്ഞങ്ങാട് മുൻകാലം കാഞ്ഞങ്ങാട് നഗരസഭയിലെ ജനങ്ങളുടെ മുമ്പിൽ ഐക്യഗ്രാഹ്യമെന്ന് നടത്തി സമർപ്പിക്കുന്നത്. ഒരുപാട് പദ്ധതികളുണ്ട്. അറിയാവുന്നതുപോലെ തന്നെ കാഞ്ഞങ്ങാട് നഗരത്തിലെ കഴിഞ്ഞ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ നഗരഭരണം ഏറ്റതിനു ശേഷം ഇവിടെ പൂർത്തീകരിക്കാത്ത പദ്ധതികളുണ്ട്. ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബൈപ്പാസ് ഹൈവേ, അതുപോലെ വിദഗ്ധ സമിതികൾ, നഗര സൗന്ദര്യവൽക്കരണം, എല്ലാവർക്കും ഒരു പട്ടില്ലാത്ത നഗരം, ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ പൊട്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വാഴമൂടി കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ ആലാമ്പള്ളി ബസ് സ്റ്റാൻഡ്, ഈ രണ്ട് പദ്ധതികളും കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തു എന്നല്ലാതെ UDFിന്റെ കാലത്ത് കൊണ്ടുവന്ന രണ്ട് പദ്ധതികളും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ മുനിസിപ്പാലിറ്റിയുടെ 10 വർഷത്തിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പക്ഷേ ഈ 10 വർഷവും ഈ പദ്ധതി ജനങ്ങൾക്ക് യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. സ്വാതന്ത്ര്യ സ്മരണകൾ ഉണക്കുന്ന മാന്തോപ്പ മൈതാനിയിൽ സ്മൃതി കുടീരം നിർമ്മിക്കും. തിരുവോര കച്ചവടക്കാരെ സംരക്ഷിക്കാൻ പദ്ധതിയൊരുക്കുമെന്നും നഗരത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട്ടെ ഗതാഗതക്കുരുക്ക് ഞങ്ങളൊക്കെ എല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്ന ആദ്യ അജണ്ടയായിരിക്കും UDF അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുക. മറ്റു കാര്യങ്ങൾ കല്ലോക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോ നിങ്ങൾക്കുള്ള വാഗ്ദാനം, കാരണം 10 വർഷക്കാലമായി നിങ്ങൾക്ക് അജണ്ട കിട്ടാറില്ല, കൗൺസിൽ പോകാറില്ല, അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ കഴിയാറില്ല. അതിന് 2015 വരെ നിങ്ങൾക്ക് അവിടെ എല്ലാ കൗൺസിലും പ്രവേശനം ഉണ്ടായിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ എല്ലാ കൗൺസിലും പത്രപ്രവർത്തകന്മാരുടെ സാന്നിധ്യം കൗൺസിലിനകത്ത് ഉറപ്പുവരുത്തുമെന്ന് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, വികസന രംഗത്ത് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള തെറ്റായ പ്രകടനം വഹിച്ചുകൊണ്ടാണ് 2015 LDF അധികാരത്തിൽ വന്നത്. അപ്പൊ LDF അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കാഞ്ഞങ്ങാട് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തായിട്ട് നമുക്ക് വഴിയും കാണാൻ കഴിയില്ല. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെമ്പാടും നടത്തിയ പ്രവർത്തനങ്ങൾ അത് നഗരസഭയിലെ മുഖമുദ്രയായി എടുത്തു കാട്ടുന്ന സ്വഭാവം പോലെ തന്നെയാണ്. സംസ്ഥാന ഗവൺമെന്റ് അതിരാജ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ UDF നേതാക്കളായ അഡ്വക്കേറ്റ് NA ഖാലിദ്, PV ചന്ദ്രശേഖരൻ, MP ജാഫർ, M അസൈനാർ, K മുഹമ്മദ് കുഞ്ഞി, V ഗോപി, M കുഞ്ഞികൃഷ്ണൻ, ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ബിജു കൃഷ്ണൻ, ബഷീർ ആറങ്ങാടി, KK ജാഫർ, പ്രവീൺ തോയമൽ, T കുഞ്ഞികൃഷ്ണൻ, കമലാക്ഷി, ബഷീർ കോവൽപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ 10 വർഷത്തെ LDF നഗരഭരണത്തിലെ കെടുകാര്യസ്ഥത വ്യക്തമാക്കുന്ന 16ഓളം കാര്യങ്ങൾ ചേർത്ത് UDF മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ കുറ്റപത്രവും സമർപ്പിച്ചു. വർഷാവർഷം ജനകീയാസൂത്രണ ഫണ്ടിൽ നഗരസഭയിൽ പകുതി പദ്ധതികൾ പോലും പൂർത്തീകരിക്കാത്ത അവസ്ഥയടക്കം നഗരസഭാ ഭരണത്തിലെ കെടുകാര്യസ്ഥത മുഴുവനും ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.